ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും എംഹാറ്റ് ഫാക്കൽറ്റിയുമായ രേഖയാണ് നമ്മളോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത്. നമസ്കാരം, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടും മെൻ്റലി ഫിറ്റ് അല്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത്, വ്യക്തികളാണ് നമുക്കിടയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരികയാണ്. ഇപ്പോൾ അതുകൊണ്ടൊരു മാനസികാരോഗ്യ ദിനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മാനസികാരോഗ്യമുള്ള വ്യക്തികൾ സമൂഹം ഉണ്ടാകുന്ന രീതിയിൽ ഈ ഒരു ദിനം വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആഘോഷിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആചരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? മാനസിക ആരോഗ്യ ദിനം എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളൊരു സംഘടനയാണ്. അപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് പല തെറ്റിദ്ധാരണകളും പല മുൻവിധികളും ഒക്കെ ഉള്ളൊരു മേഖലയാണ്. അങ്ങനെയുള്ളൊരു മേഖലയിൽ ഈ ഒരു നൂറ്റാണ്ടിലും പല തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്താൻ എന്തെങ്കിലും അവബോധപരമായിട്ട് ജനങ്ങളിലേക്ക് ഒരു മാറ്റം മുമ്പ് നിലനിന്നിരുന്ന ഒരു മാറ്റം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് മാനസിക ആരോഗ്യ ദിനം എന്നുള്ളൊരു ആചരണം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒക്ടോബർ 10 കൊണ്ടാടുന്നത്. ഈ മാനസിക ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത്, അതിന് നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ, അതുപോലെ ഒരു വ്യക്തി എല്ലാ ദൈനംദിന ജീവിതത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. എന്താണോ ആ വ്യക്തിക്കുള്ള റോള്, ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക റോൾ കൈകാര്യം ചെയ്യുന്ന അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാറ്റിലും അയാളുടെ ജോലിയിൽ അയാൾ നന്നായിട്ട് പോകുന്നുണ്ടോ, അങ്ങനെ അയാൾക്ക് കൈകാര്യം ചെയ്യേണ്ട മേഖലകൾ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അയാൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ള ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ അവരിലൊക്കെ മാനസികാരോഗ്യം ഒരുപക്ഷെ ഈ മെൻ്റലി ഫിറ്റ് അല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ഇവരെ പരിചരിക്കുന്ന ആളുകളായതുകൊണ്ട് വെവ്വേറെ തലത്തിലുള്ള ആളുകളിൽ എങ്ങനെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ? മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക പോയിന്റ് ഇല്ല. ഈ പോയിന്റ് തൊട്ട് എല്ലാവരും ആരോഗ്യവാന്മാരാണ്, ഈ പോയിന്റ് തൊട്ട് എല്ലാവരും ആരോഗ്യം കുറവാണ്, അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴാണോ ഒരാളുടെ പ്രശ്നം, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും. മാനസിക പ്രശ്നം എന്ന് പറയുന്നതും മാനസിക രോഗം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നം ഒരു വ്യക്തിയുടെ ജീവിത മേഖലകളിൽ എപ്പോൾ ബാധിക്കുന്നോ അപ്പോഴേ അയാൾക്ക് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ രോഗമുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സാധാരണ പ്രശ്നങ്ങളും അത് സ്വയം കൈകാര്യം ചെയ്യാൻ ഓരോ വ്യക്തികൾക്കും സ്വയമേവ കഴിവുകളും ഉണ്ട്. അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു മാനസിക രോഗം, അങ്ങനെ ആരോഗ്യ പ്രശ്നം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾക്കൊരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ നമ്മൾ ചികിത്സ തേടിപ്പോൾ അതുമുതൽ അങ്ങോട്ട് ക്യാൻസർ വരെയുള്ള രോഗങ്ങളെ, പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികമായ ആരോഗ്യം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മെൻ്റലി ഫിറ്റ് ആണോ എന്നുള്ള നമുക്ക് തന്നെ അറിയില്ല, നമ്മൾ മെൻ്റലി ഫിറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സ്വയം അത്തരത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുക? ഒരു പക്ഷേ ഞാൻ മെൻ്റലി ഫിറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ സ്വയം അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുക, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ നമ്മൾക്ക് എങ്ങനെ കഴിയണം എന്ന് സ്വയം ഒരു ചിന്ത ഉണ്ടാവുക, എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് സ്വയം മെൻ്റലി ഫിറ്റ് എന്നുള്ളൊരവസ്ഥ ഓരോ വ്യക്തികളെയും അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ മെൻ്റലി ഫിറ്റാണ് എന്ന് പറയുന്നൊരവസ്ഥ എന്ന് പറയുന്നത് നോർമൽ എന്ന് പറയുന്നത് വ്യക്തിയാധിഷ്ഠിതമാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർമൽ ഇപ്പം നമ്മൾ ബ്ലഡ് ഷുഗറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ റേഞ്ചിൽ നോർമൽ, നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്യാനോ ഒന്നുമില്ല. എപ്പോൾ ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾ, മാനസിക ആരോഗ്യം, മാനസികാവസ്ഥ സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, സ്വന്തം കൺട്രോളിലല്ലാതെ പോകുന്നു കുറേ നാളുകളായിട്ട്, എന്നിട്ട് ജീവിതത്തെ ബാധിക്കുന്നു എത്രത്തോളം എന്നുള്ളതിനനുസരിച്ച് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ സ്വയം മനസ്സിലാക്കിക്കൊള്ളണം എന്നൊന്നുമില്ല. പല രോഗങ്ങൾ വരുമ്പോഴും എനിക്ക് രോഗമുണ്ട് എന്നുള്ളത് രോഗിക്ക് മനസ്സിലാക്കിക്കൊള്ളണം ആക്കാനുള്ള കഴിവ്
കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ സ്വയം ചികിത്സ തേടിക്കൊള്ളണം എന്നില്ല. അതിന് പകരം അവർ ഇതെന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് ഞാനിങ്ങനെയാണ് എന്ന് വിചാരിച്ച് നടക്കുന്നൊരവസ്ഥയാവും. പല രോഗാവസ്ഥകളുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുമ്പോൾ ഉറക്കക്കുറവും മനസ്സിന് വിഷമവും ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മയും അങ്ങനത്തെ ഭയങ്കര ക്ഷീണവും അങ്ങനത്തെയൊക്കെ വരുമ്പം സ്വയം തന്നെ മനസ്സിലാവും. എനിക്ക് 2 ആഴ്ചയോളം നിലനിന്നാലേ നമ്മൾ അതിനെ ഡിപ്രഷൻ എന്ന് പറയുള്ളൂ. അതല്ലെങ്കിൽ എല്ലാവർക്കും സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ 1-2 ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് അതിന് വ്യക്തമായ ഡയഗ്നോസ്റ്റിക് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതുള്ള ബുക്കുകളുണ്ട്. അതിൽ പറയുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇയാൾക്ക് രോഗമുണ്ട് രോഗമില്ല എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. ഈ സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണയും മാനസികാവസ്ഥയും നേരത്തെ സൂചിപ്പിച്ചു. അത് പക്ഷേ മുൻകാലങ്ങളിൽ വളരെ കൂടുതലായിരുന്നു. നമ്മൾ ഭ്രാന്തന്മാർ, ഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അവരെ ഒരു വേറെ തലത്തിൽ തന്നെ കണ്ടുകൊണ്ട് ഇതൊരു ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ള ധാരണയോടുകൂടിയായിരുന്നു നമ്മൾ അവരെ സമീപിച്ചിരുന്നത്. ആ ഒരു ചിന്തയിൽ നിന്ന് ഇപ്പോൾ വല്ല മാറ്റമുണ്ടോ? അത് ഇന്നത്തെ ദിവസത്തിൻ്റെ തീമുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ തീം എന്ന് പറയുന്നത് അന്തസ്സ് മാനസികാരോഗ്യ പരിചരണത്തിൽ എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ഇതിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അതല്ലെങ്കിൽ രോഗം അനുഭവിക്കുന്നവർക്കും അവരുടെ കുടുംബത്തിനാണെങ്കിലും എല്ലാം ഒരു മുദ്ര കുത്തപ്പെടലുണ്ട്. ആ മുദ്ര കുത്തപ്പെടൽ തുടർന്നു കൊണ്ടേ പോവുക ചെയ്യുന്നത്. ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ക്യാൻസർ, പനി, അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പറയാനോ ഒന്നും വലിയൊരു മടിയൊന്നുമില്ല. അതുപോലെ ആദ്യം തന്നെ അവർ പോവുക ഒരു റിലീജിയസ് ഹീലറുടെ, അതായത് പരമ്പരാഗതമായി ചികിത്സ നടത്തുന്ന ആൾക്കാരുടെ അടുത്തേക്കൊന്നല്ല. ആദ്യം തന്നെ പോകുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ വിധിക്കായിരിക്കും അധികവും. പക്ഷെ ഇതിൽ മുദ്ര കുത്തപ്പെടൽ, ഭ്രാന്തി എന്ന് ഒരു പ്രാവശ്യം അങ്ങ് മുദ്ര കുത്തി കഴിഞ്ഞാൽ ആ ആളെ പിന്നെ സമൂഹം അതുപോലെ തന്നെ കാണും. അപ്പം അയാൾക്ക് വേണ്ടുന്ന സമൂഹത്തിലേക്ക് ഇത് രോഗമാണെന്നുള്ള തിരിച്ചറിവോ തിരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള തിരിച്ചറിവോ ജനങ്ങൾക്ക് ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ആ ഭ്രാന്തനും ഭ്രാന്തിയായിട്ട് പല കഥകളിലും, മലയാളത്തിലെ തന്നെ പല കഥകളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കെട്ടിയിടപെടുകയോ അല്ലെങ്കിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ MHAT നമ്മുടെ സംഘടന ചെയ്യുന്ന കമ്മ്യൂണിറ്റി സൈക്യാട്രി വർക്കാണ്. അതിലൊക്കെ നമ്മൾ പറയുന്നത് രോഗം വന്നിട്ടുള്ള ഒരാൾ സമൂഹത്തിൽ തന്നെ നിന്നിട്ടാണ് ചികിത്സ നടത്തുന്നത്. അല്ലാതെ ഒരു സെല്ലിൽ അടച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടിട്ടിട്ട് അങ്ങനെ നടത്തുന്നൊരു ചികിത്സയല്ല. അപ്പോൾ രോഗിയെ അല്ലെങ്കിൽ രോഗത്തെ എന്നുള്ളതിലും അപ്പുറത്ത് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഈ രോഗം ബാധിച്ച വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. രോഗത്തെക്കാളും നമ്മൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചികിത്സയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് നമുക്കതിലൊരു തിരിച്ചറിവ് ഉണ്ടായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിമാനബോധം കൊണ്ടൊക്കെ ഒരുപക്ഷെ ചികിത്സ തേടിപ്പോകാത്തൊരവസ്ഥ ഉണ്ടാകാം. അവിടെയാണ് MHATന്റെ ഒരു സഹായം ഉണ്ടാകുന്നതും. എങ്ങനെയാണ് MHATന്റെ ഒരു വർക്കുകൾ, എവിടെയൊക്കെയാണ് ക്ലിനിക്കുകൾ ഉള്ളത്? നമ്മുടെ വർക്കുകൾ തികച്ചും സാമൂഹ്യ അധിഷ്ഠിതമായിട്ടുള്ള വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹോസ്പിറ്റലൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല. സമൂഹത്തിൽ തന്നെയാണ് വ്യക്തി നിൽക്കുന്നത്. ഇപ്പം നമുക്ക് 5 ജില്ലകളായിട്ടാണ് ഉള്ളത്. തുടങ്ങിയത് മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടായിരുന്നു. പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ക്ലിനിക്കിലാണ് നമ്മൾ പാലിയേറ്റീവ് ക്ലിനിക്കുകളായിട്ട് സഹകരിച്ചാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ അത് വ്യാപിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, അതുപോലെ തന്നെ പാലക്കാട്, ഈ അടുത്തായിട്ട് ആലപ്പുഴയും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. 3000 അധികം രോഗികളും നമുക്കതിൽ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ശരിക്കും പ്രൊഫഷണൽസിൻ്റെ വർക്കല്ല. അതായത് മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രി സോഷ്യൽ വർക്കേഴ്സ് അവർ ചെയ്യുന്നതിലും കൂടുതൽ ജോലി രോഗിയെ തിരിച്ചു കൊണ്ടുവരാൻ, സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, രോഗിയുടെ പുനഃപ്രാപ്തി നടക്കണമെങ്കിൽ കൂടുതൽ ചെയ്യുന്നത് ഞങ്ങളെക്കാട്ടിലും എല്ലാം ചെയ്യുന്നത് വോളണ്ടിയർമാരാണ്. എല്ലാ മാനസിക രോഗങ്ങളും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണോ? ഈ രംഗത്ത് എത്രമാത്രം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സയൻസ് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്? മാനസിക രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്.
അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മളുടെ ഈ 43 ക്ലിനിക്കുകളിലെ രോഗികൾ. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന, സമൂഹത്തിനൊന്നും ആർക്കും വേണ്ടാതെ ഒരു കാലത്ത് നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ കുടുംബനാഥന്മാരായിട്ട് നടക്കുന്നു. അതുപോലെ അവർ ജോലിക്ക് പോകുന്നു, എല്ലാവരുടെയും പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന എത്രയോ നമ്മളുടെ രോഗികളുണ്ട്. അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കുറേ രോഗികളുണ്ട്. അപ്പോൾ അത് മാറ്റാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വിശ്വസിച്ചോളണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ഇത് മാറ്റാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ക്ലിനിക്കുകളിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സമൂഹത്തിൽ തന്നെ നിർത്തിയിട്ട് അവരെ സൗജന്യമായിട്ടെല്ലാം ചെയ്തു കൊടുത്ത്, ഏറ്റവും ദരിദ്രമായിട്ടുള്ള വിഭാഗങ്ങളെ ഇതെല്ലാം ചെയ്തു കൊടുത്ത് അവർ സ്വയം ജോലിക്ക് പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അവർ അഭിവൃദ്ധിപ്പെട്ട് വരുന്ന നമ്മുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം ശാക്തീകരണം എന്നുള്ളതാണ്. അവിടേക്ക് എത്തുന്നുണ്ട്. സ്വന്തം ഒരു അനുഭവം വെച്ചിട്ട് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ളത്? കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ പല വിധത്തിൽ, സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് മാനസിക ആരോഗ്യം കുറവായിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെ കണക്കുകൾ പല രീതിയിലാണ് കാണിക്കുന്നത്. പല കണക്കുകൾ പറയുന്നത് സ്ത്രീകൾക്കാണ് കൂടുതൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളത്. ചില കണക്കുകൾ പറയുന്നുണ്ട് തുല്യമാണ്. പല രോഗങ്ങൾക്കനുസരിച്ചും ഉള്ള കണക്കുകളുണ്ട്. പിന്നെ ഞങ്ങൾ കാണുന്നതിൽ കൂടുതൽ ഞങ്ങൾ മുതിർന്നവരെ മാത്രമാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ MHAT കൈകാര്യം അധികം ചെയ്യുന്നില്ല. അപ്പോൾ മുതിർന്നവരിൽ 2 പേർക്കും നമ്മളുടെ കണക്കുകളനുസരിച്ച് 2ഉം ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഇത് പറയാനില്ല. ഏതായാലും അവബോധത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. തെറ്റിദ്ധാരണ മാറ്റുക എന്ന് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് തന്നെയാണ് തോന്നുന്നു സമൂഹത്തിലുള്ള ഈ ഒരു പരിചരണം എന്ന രീതിയിൽ. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ചോദിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി വലിയൊരു തടസ്സമാണ്. ഏതായാലും ഈ ദിനത്തിൽ അല്പസമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി.